KPCC പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപിച്ച AICC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും ജംബോ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. പട്ടികയിൽ 58 ജനറൽ സെക്രട്ടറിമാരും 13 വൈസ് പ്രസിഡന്റുമാരും ഉൾപ്പെട്ടിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ അതിന്റെയും വിശദാംശങ്ങൾ നൽകും. അമൽ, ഇപ്പോഴും ഈ KPCCയിൽ ഈ ജംബോ പട്ടിക ഒരു വലിയ വിഷയമാണ്. ഇപ്പോഴും എണ്ണത്തിനൊരു കുറവുമില്ലല്ലേ? ദിവിഷ്, എന്തായാലും കാലങ്ങൾ നീണ്ടുപോയ ചർച്ചകൾക്കൊടുവിൽ KPCC അവരുടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയാണ്. ഒഴിഞ്ഞുകിടന്ന ട്രഷറർ എന്ന് പറയുന്ന ഒരു സീറ്റ് കാലങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്നതാണ്. അതും നികത്തിയിരിക്കുന്നു. വൈസ് പ്രസിഡന്റുമാർ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് കുറച്ച് ആളുകളെ പുതിയതായി ഉൾപ്പെടുത്തി. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം ജനറൽ സെക്രട്ടറിമാരുടെ 59 പേരടങ്ങുന്ന പട്ടികയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഈ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ എത്തിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ, VK ശ്രീകണ്ഠൻ, ഡീൻ കുര്യാക്കോസ്, അതോടൊപ്പം തന്നെ പന്തളം സുധാകരൻ, CP മുഹമ്മദ്, AK മണി അടക്കമുള്ള നേതാക്കന്മാർ എത്തുകയാണ്. 2 പേർ, AK മണിയും ഡീൻ കുര്യാക്കോസും ഇടുക്കിയിൽ നിന്നുള്ള നേതാക്കന്മാരാണ്. അങ്ങനെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പ്രധാനപ്പെട്ട MPമാരടക്കമുള്ള ആളുകളെ എത്തിച്ചുകൊണ്ടുള്ള പുനഃസംഘടനാ പട്ടിക വരികയാണ്. അതോടൊപ്പം വൈസ് പ്രസിഡന്റുമാരുടെ പട്ടിക കൂടി പറഞ്ഞു പോകാം. ഒന്ന് ശരത്ചന്ദ്ര പ്രസാദ്, ഹൈബീഡൻ MP ആണ്. ഹൈബീനെ കൂടി ആ പട്ടികയിലേക്ക് എത്തിക്കുന്നു. പാലോട് രവി, DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് നിന്നും മാറി നിൽക്കുന്ന പാലോട് രവിയെ KPCCയുടെ വൈസ് പ്രസിഡന്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. VT ബൽറാം വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു, വൈസ് പ്രസിഡന്റ് പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ VP സജീന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിലേക്ക് എത്തുകയാണ്. മാത്യു കുഴനാടൻ MLA വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിലുണ്ട്. D സുഗതൻ, രമ്യ ഹരിദാസ്, M ലിജു, നിലവിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ലിജുവിനെയും ഈ വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നു. A ഷുക്കൂർ, അതോടൊപ്പം തന്നെ M വിൻസെന്റ് കോളോ MLA ആണ്. റോയ് കെ പോലോസ് ഇടുക്കിയുടെ മുൻ DCC പ്രസിഡന്റാണ്. ജെയ്സൺ ജോസഫ്, ഇങ്ങനെ പഴയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ്. ഇങ്ങനെയുള്ള നേതാക്കന്മാരെ വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് വലിയൊരു പട്ടിക, 59 പേരടങ്ങുന്ന ഒരു പട്ടികയാണ് ജനറൽ സെക്രട്ടറിമാരുടേതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ സന്ദീപ് വാര്യർ, സമീപകാലത്തേക്ക് പാർട്ടിയിലേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യരെ കൂടി പ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പട്ടിക ഉണ്ടാകുന്നു. സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറി ആകും. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്രട്ടറിമാരുടെ പട്ടിക ഇപ്പോഴും പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു. അതിനൊപ്പം ഈ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക കൂടി പ്രഖ്യാപിക്കുക, ചർച്ച ചെയ്തൊരു പൊതു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പട്ടിക ഇപ്പോൾ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പട്ടിക ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും ആശങ്കയുണ്ടായിരുന്നു. ഇതിങ്ങനെ നാളുകളായി നീണ്ടുപോവുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ അതില്ല എന്നാണ് പട്ടിക വരുമ്പോൾ വ്യക്തമാകുന്നത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ഭാരവാഹി പട്ടികയിലേക്ക് വരുന്നു. ഒരു ജംബോ പട്ടിക തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.